ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2 തെരഞ്ഞെടുപ്പിനെ ആയിരിക്കും കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് ഈ വർഷം അവസാനവും 2026 ആദ്യം ഏപ്രിൽ മാസത്തോടുകൂടി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പും ഒരേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചില മുന്നണികളുടെ വളർച്ച, ചില പാർട്ടികളുടെ നിലനിൽപ്പ്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചപ്പെടുത്തുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില ഘടകകക്ഷികൾ ആ മുന്നണി വിട്ട് മറ്റേതെങ്കിലേക്കും പോകാൻ സാധ്യതയുണ്ടോ എന്ന് പോലും തീർച്ചപ്പെടുത്തും. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരിക്കും അതിൻ്റെ ഭാവി തീർച്ചപ്പെടുത്തുക. നമ്മൾ ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം, ജോസ് കെ മാണി വിഭാഗം LDF വിടും, UDFിലേക്ക് വരും എന്നൊക്കെയുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനവും പിന്നീട് അതൊരു പരസ്യമായ വർത്തമാനം ആയി മാറുകയും ജോസ് കെ മാണി അതൊക്കെ നിരസിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണി LDF വിടാൻ തയ്യാറാകില്ല എന്നാണ് അറിയുന്നത്. കാരണം UDFിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേറ്റിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം അവർക്ക് വേണ്ട തരത്തിൽ മുതലാക്കി ഒരു കടന്നുകയറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരക്കെ ആക്ഷേപം നിൽക്കുന്നുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ, കോൺഗ്രസിന് അകത്ത് തന്നെ പലതരത്തിലുള്ള വടംവലിയും പാരംവലിയും പാരവെപ്പും നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി LDFിൽ തന്നെ തുടരാൻ സാധ്യതയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഭരണമെങ്കിലും കിട്ടുമല്ലോ, കൂടുതലൊന്നും ബാർഗെയിൻ ചെയ്യുന്നില്ല, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തി അടഞ്ഞു പോകാം എന്നാണ് കരുതുന്നത്. ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി ഉടനെ പൂർത്തിയാകും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിക്കും. പക്ഷെ മണ്ഡലം ഏതായിരിക്കും എന്നുള്ളതാണ്. 2021 ജോസ് കെ മാണിക്ക് തന്റെ സ്വന്തം മണ്ഡലമായ പാലയിൽ കനത്ത പരാജയം നേരിട്ടു എന്നുള്ളതാണ്. സ്വന്തം മണ്ഡലം എന്ന് പറയാൻ കാരണം ജോസ് കെ മാണിയുടെ അച്ഛൻ KM മാണി, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ KM മാണിയാണല്ലോ നമുക്ക് ഓർമ്മ വരിക. KM മാണി 1965 മുതൽ 2016 വരെ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള ഇടമാണ് പാല. KM മാണിയുടെ സ്വന്തം തട്ടകം എന്ന് പറയുമ്പോൾ ജയിച്ച കാലങ്ങളിലെല്ലാം വൻ ഭൂരിപക്ഷത്തിലൊന്നും അല്ല വന്നിട്ടുള്ളത്, കടന്നുകൂടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. 2016 തന്നെ ഏറ്റവും അവസാനം തന്നെ മത്സരിക്കുമ്പോൾ 4500 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2016 പൊതുവെ ഒരു LDF തരംഗമാണ് ഉണ്ടായിരുന്നത്. 2011 പോലും UDF തരംഗത്തിന്റെ സമയത്ത്, തരംഗം എന്ന് പറയാൻ പറ്റില്ല, ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു താനും, 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പൊ മാണി സി കാപ്പനാണ് ഈ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് മാണി സി കാപ്പനാണ്. മാണി സി കാപ്പന് മണ്ഡലത്തിൽ കുറേയധികം വികസന കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാപ്പൻ എന്തായാലും മാറിക്കൊടുക്കാൻ തയ്യാറാകത്തില്ല ജോസ് കെ മാണി UDFിലേക്ക് വന്നാൽ പോലും. ജോസ് കെ മാണി വീണ്ടും പാലയിൽ മത്സരിച്ചാൽ അത് വലിയൊരു റിസ്ക് തന്നെ ആയിരിക്കും. 2021 ജോസ് കെ മാണിക്ക് പരാജയം സംഭവിച്ചത് എങ്ങനെ? ആരാണ് പരാജയപ്പെടുത്തിയത്? സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ജോസ് കെ മാണി വിജയിച്ചു വന്നാൽ നന്നായി ബാർഗെയിൻ ചെയ്യും എന്ന് പിണറായി വിജയൻ അറിയാം. ആ ബാർഗെയിനിങ് തീർക്കാൻ വേണ്ടി തന്നെയാണ് 2021 ജോസ് കെ മാണിയെ അവിടെ തളച്ചിട്ടത്. രാജ്യസഭാ അംഗത്വമൊക്കെ കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷേ ജോസ് കെ മാണിയുടെ ബാർഗെയിനിങ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതുകൊണ്ട് പൊതുവെ LDFിനോടൊപ്പം നിൽക്കുമ്പോൾ ജോസ് കെ മാണി അതൃപ്തനായിരുന്നു. ആ അതൃപ്തി കണ്ടുകൊണ്ടാണ് UDF ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിനു മുമ്പ് തന്നെ UDFിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട്
മുമ്പോട്ട് വെച്ച കാലൊന്ന് പിന്നോട്ട് വലിക്കുകയാണ് ജോസ് കെ മാണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോസ് കെ മാണിക്ക് ഇപ്പോൾ സുരക്ഷിതമായ മണ്ഡലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞു ലീഗ്, തിരുവമ്പാടി മണ്ഡലം. അതല്ല, ജോസ് കെ മാണിക്ക് പാലയും കടുത്തുരുത്തിയും ഉറപ്പാക്കണം, അതാണ് വേണ്ടത്. തനിക്ക് പാലയും വേണം, കടുത്തുരുത്തിയിലും വേണം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് സുരക്ഷിതമായി ജയിക്കണമെന്നുള്ളതാണ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫാണ്, വളരെ സുരക്ഷിതമായിട്ട് ജയിച്ചു പോകുന്നതാണ്. മോൻസ് ജോസഫിനോട് എതിരിടാനായിട്ട് ജോസ് കെ മാണിക്ക് തയ്യാറായാൽ അതൊരു വലിയ പരാജയത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. 1970 കെ എം മാണി പാലയിൽ മത്സരിക്കുമ്പോൾ എം ജേക്കബിനോടാണ് മത്സരിച്ചത്. അത് വലിയ മത്സരമായിരുന്നു. എം ജേക്കബും കെ എം മാണിയും തമ്മിലുള്ള 370 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. പിന്നീട് 1980 എം ജേക്കബും കെ എം മാണിയും തമ്മിലുള്ള മത്സരം നടന്നു. അത് 4500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ കെ എം മാണിക്ക് പലപ്പോഴും കനത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട് മണ്ഡലത്തിൽ. കനത്ത വെല്ലുവിളി. നമ്മൾ വിചാരിക്കും പാല എന്ന് പറയുന്നത് കെ എം മാണിക്ക് തീർ എഴുതിയതാണ്, കെ എം മാണിയുടെ സ്വന്തം തട്ടകമാണ് എന്ന് കരുതും. പക്ഷെ വിജയിച്ചിട്ടുള്ള കാലങ്ങളിലെ കണക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കടന്നുകൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മാണി സി കാപ്പന് 2016 2021 ഒക്കെ തന്നെ 2021 വിജയം കൊണ്ടുവരാൻ സാധിച്ചത്. 16 കെ എം മാണി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. 4500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി രണ്ടിടത്തേക്കും വന്നാലും അത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ പാല അല്ലെങ്കിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കണം എന്നുള്ളതാണ്. കാരണം ഈ കെ എം മാണിയുടെ ജന്മസ്ഥലമായ മരങ്ങാട്ടുപിള്ളി അത് ഈ പറഞ്ഞ കടുത്തുരുത്തി മണ്ഡലത്തിൽ വരുന്നതാണ്. 2021 കടുത്തുരുത്തി മോൻസ് ജോസഫാണ്. അപ്പോൾ ശക്തനായ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിയോഗിയാണ് അവിടെ കടുത്തുരുത്തിയിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ജോസ് കെ മാണിക്ക് അത് അത്ര നിസ്സാരമായിട്ടൊന്നും അത് കടന്നുകൂടാനായിട്ട് സാധിക്കത്തില്ല. പാലയിലും ഏറെ കടമ്പകൾ കടക്കേണ്ടി വരും ജോസ് കെ മാണിക്ക്. അപ്പോൾ ജോസ് കെ മാണി ഏത് മണ്ഡലം കടക്കും എന്നുള്ളതാണ്. ഇവിടെ UDF വന്നാൽ തിരുവമ്പാടി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ LDF നിൽക്കുമ്പോൾ ഏത് മണ്ഡലം കൊടുക്കും? കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കത്തില്ല. അത് മോൻസ് ജോസഫ് കടിച്ചെടുത്തിരുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ആ സ്ഥലത്തിന് പേര് തന്നെ വന്നിരിക്കുന്നത്, കഴിച്ചെടുത്തിരുത്തിയ സ്ഥലം എന്നുള്ള രീതിയിൽ കടുത്തുരുത്തി. പാലയിലെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ആണ് ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വരിക. കാരണം മാണി സി കാപ്പൻ അത്രത്തോളം മണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുകയും മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഇനി ഇതൊരിക്കലും ജോസ് കെ മാണിയിലേക്ക്, മാണി കുടുംബത്തിലേക്ക്, കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് ഈ മണ്ഡലം കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് മാണി സി കാപ്പൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോസ് കെ മാണിക്ക് മണ്ഡലം എവിടെ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. LDF നിൽക്കുമ്പോൾ LDF അത്രത്തോളം, CPM അത്രത്തോളം ജോസ് കെ മാണിയെ സുരക്ഷിത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും എന്ന് തോന്നുന്നില്ല.